ഹലോ, അസ്സാം വലൈക്കും. നമ്മളോടൊപ്പം ഉള്ളത് നിഷാം അബ്ദുള്ള ആണ്. കണ്ണൂരിൽ വെച്ച് നടക്കുന്ന മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അഹമ്മദ് സെമിനാറിൽ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന് തന്നെ ഭയങ്കര ഒരു പ്രസക്തിയുണ്ട്. ഒരു ഫാമിലി മെമ്പർ എന്ന നിലയ്ക്ക്, ഒരു മോള് എന്ന രൂപത്തിൽ തന്നെ എന്താ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? ഇങ്ങനൊരു സെമിനാർ നടക്കുന്നു കണ്ണൂരിലെ ഹോം ടൗണിൽ. ഞങ്ങൾക്ക് പേഴ്സണലി ഫോർ അസ്, ഞങ്ങൾക്കൊരു ഫാമിലിയായിട്ട് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഹാളിൽ കയറി വരുമ്പം ഉപ്പാൻ്റെ ഫോട്ടോ കണ്ടിട്ടും ആൾക്കാർ ഫോട്ടോ എടുത്തിട്ടും ഇത്രയും ആൾക്കാർ ജനം ഈ പരിപാടിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നതും ഇത്രയും ആൾക്കാർ ഉപ്പാനെ പറ്റിയിട്ട് ഓർമ്മകൾ വരുന്നത് അതൊരു ഓണറാണ്. അപ്പം മരിച്ചിട്ട് 8 വർഷമായി. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇമോഷണലായിരുന്നു. ആൾക്കാർ ഇപ്പോഴും ഞങ്ങൾ ഉപ്പാനെ സ്നേഹത്തിൽ ഓർമ്മിക്കുന്നു. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും വിചാരിക്കും മറന്നു പോകുന്നു, ഉപ്പാനെ മറന്നിട്ടില്ല. സോ ദാറ്റ് ഈസ് വെരി വെരി ഞങ്ങൾക്ക് ഭയങ്കര ടച്ച്ഡാണ്. ഇന്നലെ ഞങ്ങൾ വന്ന് കണ്ടപ്പം ആൾക്കാർക്ക് IUML കണ്ണൂർ കമ്മിറ്റിക്കും പാർട്ടിക്കും അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞ ഇനീഷ്യേറ്റീവ് എടുത്തതും വോളണ്ടിയേഴ്സും സ്പീക്കേഴ്സും എല്ലാവരും എൻതൂസിയാസം കണ്ടിട്ട് ഭയങ്കര ഓവർവെൽംഡ് വിത്ത് ലവ്, ഭയങ്കര ഓവർവെൽംഡ് ആൻഡ് സോ ഹാപ്പി. അതെ, സ്വാഭാവികമായും അഹമ്മദ് സാഹിബ് എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ടിക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം. ഒരു വിശ്വപൗരനായി ജീവിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പോലും രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഒരു ചെറുത്തുനിൽപ്പിൻ്റെ രാഷ്ട്രീയം ശരിക്കും പ്രകടമായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ കേവലമായിട്ട് ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പറയാന്നുള്ളതിനപ്പുറത്ത് കാലം ആവശ്യപ്പെടുന്ന ഒരു പൊളിറ്റിക്സ് പറയാന്നുള്ളത് കൂടിയാണ്. അതുകൂടിയാണ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമ്മൾ കുറച്ചുകൂടി കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കാണുന്നത്. നമ്മൾ ഒരിക്കൽ ഒരുമിച്ച് പരിപാടിയിലൊക്കെ പങ്കെടുത്ത് വലിയ കയ്യടികൾ നേടിയൊരു സ്പീക്കറാണെന്ന് നമ്മൾ വളരെ അത്ഭുതത്തോട്, ഭയങ്കര ആരാധനയോട് കൂടി, ആ വാക്കിപ്പോൾ ശരിയല്ല എന്ന് പറയാം, എന്നാലും അത്ഭുതത്തോടു കൂടിയൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. അഹമ്മദ് സാഹിബിൻ്റെ മരുമകൾ എന്നുള്ള അഡ്രസ്സിലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ അപ്പുറത്ത് സ്വന്തമായ ഒരു അഡ്രസ്സ് ബിൽഡ് ചെയ്ത ഒരാളാണ് നിഷാം അബ്ദുള്ള എന്ന് പറയുന്നത്. ഒമാനിലെ റേഡിയോയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വലിയ സോഷ്യൽ മോട്ടീവുള്ള സോഷ്യൽ ഓൺട്രപ്രനർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ്. നിങ്ങളുടെ ആ ഒരു റേഡിയോ ജേണി ഒരു പക്ഷെ നമ്മൾ ആരും അങ്ങനെ കേട്ടിട്ടില്ലാത്ത, കയറി ചെല്ലാൻ ധൈര്യമില്ലാത്തൊരു കാലത്ത് അങ്ങനെ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരാളാണ് നിഷാംക ഇത്ത. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്, നിങ്ങളൊരു എക്സ്പീരിയൻസ്? ഞാൻ ഒമാനിൽ 1992 കല്യാണം കഴിച്ചിട്ട് പോയത്. കല്യാണം കഴിച്ചു 1992. 93 my son Saad was born, 94 Fahad was born. 2 കുട്ടികളെ അടുത്ത് തന്നെ. അപ്പം ആ 2 years കുട്ടികളെ പ്രസവിക്കുന്ന ആ ടൈമിലും ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്യായിരുന്നു. ഐ ഡിഡ് മൈ ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ കാലിക്കറ്റ് പ്രോവിഡൻസ് കോളേജിലാണ്. സോ ദ ഫൈനൽ 2 years കുട്ടികളെയും പ്രസവമെല്ലാം കൊണ്ട് ഞാൻ വന്നിട്ട് പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു. അങ്ങനെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് ടഫ്, ബട്ട് നത്തിങ് ഈസ് ഇംപോസിബിൾ. അപ്പം ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടില്ല. അപ്പം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ചെയ്തത്. അപ്പോൾ കോളേജ് ടൈമും സ്കൂൾ ടൈമിലെല്ലാം കുറേ ഡ്രാമ, തിയേറ്റർ, പബ്ലിക് സ്പീക്കിംഗ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സെയിൻറ്റ് ജോസഫ്സ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹൈസ്കൂൾ കാലിക്കറ്റിൽ ഞാൻ സ്കൂൾ ലീഡർ ആയിരുന്നു. ആ ടൈമിൽ യുവജന ഉത്സവത്തിൽ ഇറ്റ് വാസ് ഹെൽഡ് ഇൻ ട്രിവാൻഡ്രം. അന്ന് ഫൈനൽ അതിന് become the first prize winner. So I've done a lot of public speaking and drama and theatre കോളേജിലുള്ള ടൈമിൽ മ്യൂസിക്കും ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം 93-94 ഒമാനിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം റേഡിയോ കേട്ടപ്പം ഞാൻ പറഞ്ഞു, റേസ്കാക്ക ഇവിടെ ഒരു റേഡിയോ ചാനൽ, there was only one English channel, ഞങ്ങൾക്കൊന്ന് ട്രൈ ചെയ്താലോ. there were a couple of female broadcasters there. അപ്പം ജസ്റ്റ് ഔട്ട് ഓഫ് ദ ബ്ലൂ, നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്ന് വിചാരിക്കുന്ന പോലെ ഞങ്ങൾ വിചാരിച്ച് ഒരു 95 ഐ അപ്ലൈഡ്, ഐ വെൻറ്റ് ഫോർ എൻ ഇൻ്റർവ്യൂ. അപ്പം ഇൻ്റർവ്യൂവിന് ഇതെല്ലാം പ്രസൻറ്റ് ചെയ്ത് എന്തൊക്കെയാണ് ചെയ്തത്. സോ ദെൻ ദേ സെഡ് ഡു എ വോയിസ് ടെസ്റ്റ്. So they give you a news and you have to read for 1 or 2 minutes.
just to check your voice and voice modulation. അത് ജസ്റ്റ് വായിച്ച് വന്ന് ആൻഡ് ദെൻ ദേ സെഡ് പൊസിഷൻ വന്നാൽ വി വിൽ കോൾ യു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 മാസം വെയിറ്റ് ചെയ്ത്. അപ്പോൾ 10 മാസത്തിൽ ഞാൻ വിചാരിച്ചെന്നാൽ അവർ ചിലപ്പം വിളിക്കൂലായിരിക്കും, അവർക്ക് വേണമെങ്കിൽ ഇഷ്ടമായിരിക്കും. പക്ഷേ വോയിസ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഓ യു വെരി ഗുഡ്, വി ലൈക്ക് യുവർ വോയിസ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഹോപ്പായിരുന്നു. പക്ഷെ അവിടെ അന്നത്തെ കാലത്ത് റേഡിയോയിൽ കിട്ടണമെങ്കിൽ യു നീഡ് എ ലോട്ട് ഓഫ് ക്ലിയറൻസ്. സോ ബേസിക്കലി ദ ക്ലിയറൻസ് ടുക്ക് ടൈം ബിക്കോസ് ഇറ്റ്സ് എ നാഷണൽ റേഡിയോ, ഇറ്റ്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഐ ആം എൻ എക്സ്പാട്രിയേറ്റ്. സോ ആഫ്റ്റർ 10 months പെട്ടെന്ന് ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് പറയും അപ്രൂവൽ ഹസ് കം ആൻഡ് ജോയിൻ. അപ്പം ഒരു എന്താ പറയുക, ഐ ഡെൻറ്റ് ഹാവ് എനി ട്രെയിനിങ് ഇൻ റേഡിയോ. It was just that I think all the other training of public speaking and drama and theatre and all really helped you. And it was totally self-learning. The radio എന്ന് പറഞ്ഞാൽ it's a very direct medium. Unlike ഇപ്പം ഞങ്ങളിപ്പം ചെയ്യുന്ന ഇൻ്റർവ്യൂ, ഇറ്റ് ഈസ് മോർ വിഷ്വൽ. ഇപ്പം ഞാൻ ഇരിക്കുന്നത് ശരിയാവണം, എൻ്റെ തട്ടം ശരിയാവണം, എൻ്റെ മൈക്ക് ശരിയാവണം. Visuals are very important and my voice and what I talk to you. Yes. But in the radio അതൊന്നുമില്ല. It is only me and my voice and you. ഇപ്പം നിങ്ങൾ കാറ് വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ നിഷാം റെയ്സ്, there I was known as നിഷാം അബ്ദുള്ള റെയ്സ്. അപ്പം നിഷാം റെയ്സിന് നിങ്ങൾ കേൾക്കുമ്പോൾ you will have a connection with my voice. Yes. And then everything else is imaginary. You might think that, oh, maybe she must be 18 years old or she must be 58 years old. Maybe she looks, you might visualize my voice. Yes. And then also you want to express every emotion in your voice. Yeah, so every emotion is in your voice. Yes. There is nothing more. There is no visuals at all. So number one with the radio is that your voice needs to be taken care of. Yes. തല പൊട്ടിയാലും കാല് പൊട്ടിയാലും voice. ശബ്ദം പോകും. എനിക്ക് കോൾഡ് ഉണ്ട്. This is the most difficult. The most difficult will be ഒരു കോൾഡ് വന്നാലാണ് എനിക്ക് ടെൻഷൻ. എനിക്ക് കാലിന് ഒരു പരിക്ക് പറ്റിയ എനിക്ക് വലിയ ടെൻഷൻ ഇല്ല. കാരണം tool actually. Your voice is so my voice has to be really taken care of. Number 2, എല്ലാവരും വിചാരം ഞങ്ങളൊരു മൈക്ക് വെച്ചാൽ at outright you do 3-hour show. No, there's a lot of preparation which goes in. അപ്പം evening 7 o'clock show ആണെങ്കിൽ I'm already there at 4 o'clock. Afternoon we have a show at 1 o'clock. So I'm already there at 10 or 11 in the morning. There's a lot of preparation which goes back because you cannot update it. Yes, you cannot go back and take your words back and say, oh, I didn't mean that, I didn't say that. Your facts should be there. We do have notes which we keep in front of us, but it should all be there. So you should be very clear in your train of thoughts. ഞാനാണെങ്കിൽ ആ ഒരു ടൈമിൽ യങ് മദർ വിത്ത് 2 young children, പിന്നെ ഇരുന്ന് മോളെ പ്രസവിച്ചത്, അവിടെ വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ മോളെ പ്രസവിച്ചത്. A lot of responsibilities at home. But when I walk into the station, I switch myself off and say, now I am a broadcaster for the next 6 hours of duty. I try to switch myself off completely. Then quest for knowledge. Eppurum you should be updated. So I used to do a health show called Health is Wealth, Women's World, Let's Talk Business, a business program. So you should be prepared all the time. A lot of prep work goes before your show. So when you're a broadcaster, you're also the producer and the director of that show. You are all in all. Plus we play music. So you also need to have a good knowledge of music. You cannot play inappropriate music. So if it's a health show, it should be a good positive song you play with the health show. You can't talk about killing or death in a... Yes. So it's an overall thing and you really had to be well prepared. But I know all broadcasters make it look so smooth. Yes. But that's also a talent. Also, yeah. അപ്പോൾ ഞങ്ങൾ ന്യൂസ് വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും പേടി എന്താ അറിയാം, നാഷണൽ ഡേ ആകുമ്പോൾ ന്യൂസ് വായിക്കുമ്പോൾ we get congratulatory messages from world leaders. Okay. അപ്പോൾ sometimes 100 to 120 world leaders-ന്റെ പേര് വായിക്കണം without a mistake. So message of congratulations for the list of countries. So forever you're working on your phonetic skills of saying the president's name, saying the prime minister's name, the country's name, or any political leader who is in the news. You better get the names right. So all that is a continuous work. അത് കൂടാതെ we used to do a lot of live coverage, which was very interesting. I used to go for the National Day coverage.
again, that is an honor, but you have to work really hard for it. So first few years, പക്ഷെ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂഡിലാവൂല നമ്മളുള്ളതല്ലേ. when I look back, now it was quite an honor that to be there to represent the radio at the National Day ceremony. It was a 3-hour military parade show which we go and do the. Again, people don't know you. ഏറ്റവും തമാശ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മീഡിയ അത്ര സ്ട്രോങ് അല്ല. സോ ഈവൻ ദെൻ ഈ 3 മണിക്കൂർ ഷോയിൽ നിങ്ങൾ ലൈവായിട്ട് live. We used to do 2 to 3 hour shows. So there's a lot of preparation. So there used to be a horse and camel ride show which was held every few years in the country. So once I had gone to present that live. അപ്പോൾ ആ ഒരു 2 വീക്കിൽ ക്യാമൽസിന്റെ ഹോഴ്സസിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി, where they come from, what they eat, how they are trained, everything. And then because at no point you should keep quiet. Yes. When the music stops, you have to come up with new information. ഞാനിപ്പം 10 ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ 10 മണിക്ക് കഴിച്ചത് എന്താണ് എന്തെങ്കിലും പറയേണ്ടി വരുന്നത്. So it was interesting. Yeah, 2 days are the same. It was the most direct media, the radio. And what I liked was when I finished the show, I shut off everything. I came home. I didn't want the radio to come back with me. Annatha kalathe media onnu illa, so a lot of people didn't know your face, and most of us tried to keep our face, our identity separate. Okay. ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ്. അതിനുള്ളിൽ നിങ്ങളെ ലൈഫ് മൊത്തം ഉണ്ടെന്ന് തോന്നുന്നു. കരിയർ ജേണി, അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു സ്റ്റഡി ടൈം, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. ആരും പഠിക്കാത്ത കാലത്ത് നിങ്ങൾ ഡ്രാമ, എലക്യൂഷൻ, നിങ്ങൾ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നു എന്നൊക്കെ പറയുന്നതും. അത് ഞാൻ പറയേണ്ടത്, ഐ ഷുഡ് താങ്ക് മൈ ഫാദർ, മൈ ഡിയർ ഫാദർ, ഹൂ ഈസ്, മേ അല്ലാഹ് ബ്ലെസ് ഹിം. I got a lot of encouragement from my father and mother. അത് എല്ലാവരുടെ കേസിലും പേരൻസ് ആണ്. പക്ഷെ പെൺകുട്ടികളുടെ കാര്യത്തിൽ എപ്പോഴും, എസ്പെഷ്യലി സ്പീക്കിംഗ് ഓഫ് ഇന്ത്യ, I say it is always the fathers who have to take a very bold stand. And I was very lucky and blessed to have a daddy who was very, very motivating, very encouraging. ഞാൻ ഈ കോമ്പറ്റീഷന് പോകുമ്പോൾ we used to have a training session at home. And my training session was, if you go for a state youth festival finals, you get your topic 5 minutes before. 5 minutes before. So while one speaker is on stage, you get your topic. You have 5 minutes to prepare and 5 minutes to speak. And you have to be so prepared. And I thank my father, because I really had a military training at home thanks to daddy. He would just randomly put 5 topics in little chits on the table, and I would just pick and I would talk. And that was how he had trained me. He has trained me with a lot of quotes, a lot of ways to catch their attention. So I should say that where I am is thanks to my father and my mother. I lost my mother when I was much younger. So then dad took on the role. And also when we talk about gender neutrality, pallarum parilla, I would always say my father stepped in the role of my father and mother. After my mother died, I was 16, and my father just, and he was an educationist. Kore vere padipikkanum motivate cheyanum. So what I'm saying is, when it comes to women, what holds us back is this pre-notion that women should not be there. And I give credit to my father even today, and that same opportunity I give it to my daughter, my nieces, my friends' children, to other girls. I will always say പേടിക്കാൻ ഒന്നുമില്ല. Go out there. മുന്നോട്ട് പോണം. Don't hold the girl child behind. കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ. അത് ആ ഒരു സപ്പോർട്ടും ധൈര്യം ഞങ്ങൾക്ക്. I had gone for a Yuvajanal, college I had gone for a youth festival. It was in Palakkad. Yes. രാവിലെ I was participating in the debate. അപ്പോൾ ഏർലി മോർണിംഗ് ആയിരുന്നു ബസ്സിന് പോകേണ്ടത്. അന്ന് ഡാഡിക്ക് എൻ്റെ കൂടെ വരാൻ പറ്റില്ല. He also had some health issues. He took me to the Calicut bus stop. ഇത് എന്നെ ഒരു ബസ്സിൽ കയറ്റി വിട്ട് പാലക്കാട്. I'm talking about 1990 maybe. Yes. എൻ്റെ അടുത്ത് പറഞ്ഞ് യു വിൽ ബി ഫൈൻ, ഈ ബസ് പാലക്കാട്ടിലേക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ യുവജനോത്സവ whatever this venue is there, നീ അവിടെ പോയിട്ട് പകലാവും, കുറേ കുട്ടികൾ പോകുന്നുണ്ടാവും, നീ ഓട്ടോയിൽ പോയിക്കോ. അല്ലെങ്കിൽ ഇനി കുറേ പേര് നടക്കുമ്പോൾ അവരെ കൂടെ നടന്നോ, ഇരുട്ടാണെങ്കിൽ ഓട്ടോ കയറരുത്. പക്ഷെ ആ ഒരു ധൈര്യം തന്നത്
മുന്നോട്ട് മുഴുവൻ നടക്കാനുള്ള ഒരു ധൈര്യമായിരുന്നു. അതെ അതെ, ശരിക്കും നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. ഒരു സക്സസ്ഫുൾ വുമൺ ആണ് ഇവിടെ ഇരിക്കുന്നത്. അവർ പറയുന്ന ഒരു സക്സസ്ഫുൾ ജേണി, ആ ഒരു യാത്രയെക്കുറിച്ചുള്ള കഥകളാണ്. അതിൽ ഏറ്റവും പിന്തുണ എന്താണെന്ന് ചോദിച്ചാൽ അത് ഫാമിലിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് കൂടിയാണ്. അങ്ങനെ ഒരു ബെസ്റ്റ് പാരന്റിങ് ആണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ നല്ല പാരന്റിങ് ഉണ്ടാവട്ടെ, നിങ്ങളെപ്പോലത്തെ കഥ പറയാൻ സമൂഹത്തിൽ എല്ലാ കുട്ടികളും ഉണ്ടാവട്ടെ. അതിനൊക്കെ ഒരുപാട് ഊർജം തന്ന ഈ അഹമ്മദ് സാഹിബിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ വളരെ വിനീതമായിക്കൊണ്ട് നല്ല ഓർമ്മകൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു.